ഇതാണ് റൊട്ടി, പിന്നെ ചോറ്, സബ്ജി, നമ്മുടെ പനീർ, ഡാൽ, ഇതും പിന്നെ അങ്ങനെ എന്തോ സാധനം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ രാവിലെ തന്നെ സൂറത്തിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോവാണ്. അഹമ്മദാബാദിൽ നിന്നും ആദ്യം നമ്മൾ പോകുന്നത് ഗാന്ധിനഗറും പിന്നെ ഗാന്ധിനഗരം തിരിച്ചഹമ്മദാബാദ്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ബിൽഡിംഗ് 1892 ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് ഗുജറാത്തിൽ, സൂറത്തിലും അഹമ്മദാബാദിലും എല്ലാം കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്തി. ഞങ്ങളാണ്ട് വെയിറ്റ് ചെയ്ത് ട്രെയിൻ ടൈമിൽ തന്നെ എത്തി. ആദ്യം ഇതിന് മുമ്പുള്ള ട്രെയിനിൽ പോകാനായിരുന്നു പ്ലാനിങ്. പക്ഷേ ടിക്കറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ആ ട്രെയിനുകളൊന്നും കിട്ടിയില്ല. രാജധാനി ബുക്ക് ചെയ്തു, രാജധാനിയിൽ കയറി. അങ്ങനെ ഒരു മൂവി കണ്ടിരുന്നപ്പോഴാണ് 1 മണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ബൗച്ച് സ്റ്റേഷൻ എത്തി. 1 മണിക്കൂർ എടുത്തിട്ട് 40 മിനിറ്റ്സ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഫുഡ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. റൊട്ടി, 2 സബ്ജി എല്ലാം കഴിച്ചു. വയറിന് കുഴപ്പമൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് വിചാരിക്കാം മുമ്പോട്ടും പ്രശ്നമില്ല എന്ന്. അങ്ങനെ 2.5 മണിക്കൂറത്തെ സമയം എടുത്തതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് അഹമ്മദാബാദ് ജംഗ്ഷൻ. അഹമ്മദാബാദ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കൊച്ചി പോലെ തന്നെ ഗുജറാത്തിൻ്റെ ഒരു മെയിൻ സെൻറ്റർ പോയിൻ്റാണ്. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് റിക്ഷക്കാരും അതുപോലെ തന്നെ ടാക്സിക്കാരും നമ്മൾ പോരാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, അവിടെ പോകണം, ഇവിടെ പോകണം. റെയിൽവേ സ്റ്റേഷൻ അല്ല, സോറി, എയർപോർട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഹോട്ടൽസിൻ്റെയൊക്കെ പേര് ചോദിക്കും. അത് അവർക്ക് ജീവിക്കാനുള്ള വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മളവിടെ എടുത്തില്ല. ഇത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണ് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പണി ഏകദേശം 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പക്ഷേ അതൊന്നും ബുക്ക് ചെയ്ത് നമ്മൾ വേല ഊബർ അങ്ങനെയുള്ള സംഭവങ്ങളുള്ളതുകൊണ്ട് അത് ബുക്ക് ചെയ്താണ് പോകുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പൈസയുടെ ഒരു ഇത് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന റേറ്റ് ഹൈ റേറ്റുകളാണ്. അതിൽ റേറ്റ് എങ്ങനെയായാലും കുറവായിരിക്കും. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൻ്റെ തൊട്ടടുത്തുള്ള ബാങ്കാണ്. ഇവിടെ വൃത്തി എന്ന് പറയുന്ന കാര്യം അവിടെ ഇവിടെ ഇല്ല. എങ്കിലും ഭേദമെന്ന് മാത്രം പറയാം ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച്. കാരണം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അത് അവിടുത്തെ ഒരു മാനേജ്മെൻറ്റ് വളരെ കുറവാണ്. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഈ സ്ഥലത്ത് വരും 10% നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കിട്ടും. എങ്കിലും ബാക്കി മെയിൻ സിറ്റി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വൃത്തിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. റോഡുകൾ വളരെ വീതി കൂടുതലാണ്. 3-4 വരി പാതകളാണ് സിറ്റിക്ക് ഉള്ളിൽ തന്നെ ഉള്ളത്. എങ്കിലും പഴയ സിറ്റിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ റോഡുകളുണ്ട്. ഈ മരത്തിലെല്ലാം ഇങ്ങനെ തുണിയാണ് ഇട്ടിരിക്കുന്നത്, സാരികളാണ്. അത് പിന്നെ നമുക്ക് കാണാൻ ഒരു അമ്പലം കണ്ടു ഇതായിരിക്കാം. അങ്ങനെ നമ്മൾ മെയിൻ സിറ്റി സെൻറ്റർ ഭാഗത്തേക്ക് എത്തിക്കുന്നത് അതായത് എയർപോർട്ട് റോഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ടാണ്. രാജൻസിൻ്റെ അതിമനോഹരമായ ഡിസൈനും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മുമ്പോട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇതങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെൻറ്റർ ആയതുകൊണ്ട് നമ്മൾ നൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗൾഫ് ഫീലാണുള്ളത്. റോഡിൻ്റെ 2 വശങ്ങളിലും അല്ലെങ്കിൽ നടുഭാഗങ്ങളിലും ഈ ഈന്തപ്പഴത്തിൻ്റെ ഖജൂർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നല്ല സൂപ്പറാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്പേസും ഇട്ടതിന് ശേഷം വെൽക്കം നോട്ടുകളോ അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ട് സെറ്റപ്പാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അമൂൽ ഡയറി, ഇവിടെ നിന്നാണ് അമൂൽ നമ്മൾ കഴിക്കാൻ ചോക്ലേറ്റ്, അമൂൽ, പിന്നെ അവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചോക്ലേറ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അമൂലിൻ്റെ. ഇപ്പോഴുള്ള നേരത്തൊന്നുമില്ല. ഐസ്ക്രീം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ. പിന്നെ നമ്മളങ്ങനെ അഹമ്മദാബാദിൽ നിന്നും ഇത് നമ്മുടെ ഹൈവേയിലേക്കാണ്, ഗാന്ധിനഗർ ഹൈവേ. 70 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ ഡ്രൈവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, 80-90 വരെ പോകാം, ഒരു പ്രശ്നമില്ല. റോഡ് നല്ലത് തന്നെയാണ്. അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മൾ റിട്ടേൺ എത്തിയിരിക്കുകയാണ് CBD മോൾ അഹമ്മദാബാദ്. അവിടെ നമ്മുടെ 7 സ്ക്രീനുള്ള രാജൻസ് സിനിമാസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഒഫീഷ്യൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ സിനിമ കാണാൻ വന്നതല്ല എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. അടിപൊളി ആംബിയൻസാണ്. അപ്പോൾ നമ്മൾ മൂവി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അഹമ്മദാബാദിലുള്ളവർക്കും ഇവിടെ വന്ന് കാണാം. ഇവിടെ 7 സ്ക്രീനുകളുണ്ട്. അവിടുന്ന് എക്സിറ്റിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതുപോലത്തെ ഒരു സീൻ കണ്ടത്. അതും ക്യാമറയിൽ നോക്കിയെടുത്തു. ഇപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് ഇവിടെ നല്ല ഈ കമ്പിളിപ്പുറത്തുകൾ, ജാക്കറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയായിരുന്നു. റൈറ്റ് സൈഡിൻ്റെ മേളിൽ കാണാൻ മെട്രോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും അഹമ്മദാബാദിൽ നിന്നും നമ്മൾ ആദ്യ സ്ഥലത്തിലേക്ക് പോകുന്നു. അവിടെയാണ് നമ്മുടെ
അക്കോമഡേഷൻ, അതായത് ഹോട്ടൽ. പോകുന്ന വഴി നമ്മളെ കൂടെ ഉണ്ടാകുന്നുണ്ട് ഒരു അടുത്ത ആളാണ്. അദ്ദേഹം പറഞ്ഞനുസരിച്ചിട്ട് വലതുവശത്ത് കാണുന്നതാണ് മെട്രോ ട്രെയിനിൻ്റെ മെയിൻ സ്റ്റേഷൻ. ഇവിടെ നിന്ന് തുറക്കോ കൊടുക്കോ എന്നാണ് പുള്ളി പറഞ്ഞതനുസരിച്ച്. അതായത് ചിലപ്പം മെയിൻ്റനൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റായിരിക്കാം. തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തി. അപ്പം ഫുഡ് ഞാൻ എടുത്തത് പഞ്ചാബി ഫുഡാണ് കേട്ടോ. കൂടെ വന്നാൽ എടുത്തത് ഗുജറാത്തി ചോറ്. ഇത് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഫുഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ആ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി ഇതാ തിരിച്ചങ്ങോട്ട് പോകുന്നത്. ഈ ഒരു സാധനം കണ്ട, ഇത് ഈ പബ്ലിക് ടോയ്ലറ്റ് ആണ് കേട്ടോ. ടോയ്ലറ്റ് കാണിക്കുന്നതുകൊണ്ട് ടോയ്ലറ്റ് കാണിച്ചെന്ന് പറയണ്ട. സംഭവം നമുക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ നമുക്ക് ഈ സാധനം എവിടെ പോയാലും കാണാം. പിന്നെ പുറത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ വൃത്തിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇത് മെയിൻ റോഡാണ്, നിങ്ങൾക്ക് കാണാം. അപ്പുറം ഇപ്പുറം എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക്